അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോ തൻ്റെ ഉയിർപ്പിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സംശയമുണ്ടാകുന്ന ഒരു കാര്യം, അങ്ങനെയെങ്കിൽ പെന്തക്കുസ്താ ദിനത്തിൽ പിന്നെയും എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്? യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഉയിർപ്പിന് ശേഷം ശിഷ്യർക്ക് ഈശോ നൽകിയ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന സമയമാണ് ഈ പെന്തക്കുസ്തായുടെ ദിവസം. അത് ആ വചനത്തിൽ തന്നെ വ്യക്തമാണ്. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഓരോരോ അവസരങ്ങളിൽ പിന്നെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്തിനാണ്? നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉജ്ജ്വലിക്കാനാണ്, ആ ആത്മാവിൻ്റെ നിറവ് നമ്മിലുണ്ടാകാനാണ്. അതുകൊണ്ട് ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയായിരുന്നില്ല. ആദ്യം കർത്താവിൽ നിന്ന് സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിൽ ഉറപ്പിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിൽ അവർ നിറയുകയും ദൗത്യനിർവഹണത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഓരോരോ അവസരങ്ങളിൽ നാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരരെ, നാം സ്വീകരിച്ച ആത്മാവ് ഉണരാൻ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ അത് കാരണമായി തീരുകയാണ്. നമുക്ക് പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇടയായതിനെ ഓർത്ത് നന്ദി പറയാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളേവരെയും സൃഷ്ടിച്ച് വഴി നടത്തുന്ന ദൈവമേ, അവിടുത്തെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ വരദാനങ്ങളിലൂടെ നിരന്തരം ഉജ്ജ്വലിക്കാൻ കൃപ നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.